കേശുവേ, ലച്ചുവിന് വല്ലാത്തൊരു മാറ്റല്ലേടാ. മാറ്റോ? എന്ത് മാറ്റം? മുഖത്തൊക്കെ ഒരു പ്രസരിപ്പ്. അത് പണ്ടുതൊട്ടേ ഉള്ളതല്ലേ. സ്നേഹസംബന്ധമായ ഭർത്താവാണല്ലേ ഇവിടെ ഉള്ളത്. അപ്പൊ സന്തോഷമൊക്കെ കാണും. സ്നേഹസമ്പന്നനായ ഭർത്താവ് എന്നാണോ മക്കൾ ഉദ്ദേശിച്ചത്? ആണ്. തെറ്റിപ്പോയിട്ടോ. ലച്ചുവേ, നീ ഒരുപാടങ്ങ് മറക്കണ്ട. നമ്മള് കാര്യം അറിഞ്ഞു. സ്വന്തം മോളുടെ പേര് പോലും സിദ്ധു കയ്യിൽ ടാറ്റു ചെയ്തില്ല. പക്ഷെ ലച്ചുവിന്റെ പേര് സിദ്ധു കയ്യിൽ ടാറ്റു ചെയ്തടാ. നിങ്ങൾ അറിഞ്ഞല്ലേ? ഇതാണ് കുഴപ്പം. ഈ വീട്ടിലുള്ള ആർക്കും രഹസ്യം സൂക്ഷിക്കാൻ അറിയാൻ പാടില്ല. അയ്യോ, ചേച്ചി എന്നെ പറഞ്ഞ ആരെടുത്ത്? കനാന്റെ അടുത്തില്ലേ? ബെസ്റ്റ് ആളുടെ അടുത്ത് രഹസ്യം പറഞ്ഞത്. എന്നാലും അമ്മായി ഒന്ന് നോക്കണേ സിദ്ധുവിന്റെ ഒരു കാര്യം. വല്ല ആവശ്യമുണ്ടോ ഇതിന്റെയൊക്കെ? മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ വെച്ചാ പോരെ. എന്തിനാണ് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ടാറ്റു ഒക്കെ അടിച്ച് മറ്റുള്ളവരൊക്കെ കാണിക്കുന്നത്? നാണക്കേടല്ലേ? വീട്ടുകാരൊക്കെ കണ്ടതിന് എന്ത് പറയും? നിനക്ക് എത്ര നാണക്കേടാണെങ്കിൽ കുഴപ്പമില്ലെന്ന് ലച്ചു. നമുക്കത് ലേസർ ചെയ്ത് കളയാം. അതാരും കാണൂലല്ലോ. ശരിയാ, അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ലേസർ ചെയ്ത് കളയാലോ. എന്തിനാണ് വെറുതെ നാണക്കേട് അല്ലേ? കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എല്ലാരും ഇങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരുടെ പേരൊക്കെ ടാറ്റു അടിക്കും. ചില ആൾക്കാർ തല വരെ ടാറ്റു അടിച്ചു വെക്കുന്നു. എല്ലാരും ഉണ്ടല്ലോ. എന്താണ് ഒരു ഗൂഢാലോചന? ഗൂഢാലോചനയൊന്നും അല്ല. ലച്ചു ഇങ്ങനെ പറയായിരുന്നു. സിദ്ധു ലച്ചുവിന്റെ പേര് കയ്യിൽ ടാറ്റു അടിച്ചില്ലേ? എല്ലാരും അറിഞ്ഞല്ലേ? അതുകൊണ്ടായിരിക്കും ലച്ചുവിന് ഭയങ്കര നാണക്കേട്. അപ്പൊ അവളിങ്ങനെ പറയുന്നത് അങ്ങ് ലേസർ ചെയ്ത് കളയാൻ. നാണക്കേടോ? ലജൂസ് അങ്ങനെ പറഞ്ഞോ? അത് ലേസർ ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തം ഭാര്യയുടെ പേര് ടാറ്റു അടിച്ചു വെച്ചേക്കുന്നത് ഒരു അഭിമാനമല്ലേ? അല്ലേ? എനിക്കറിഞ്ഞൂടാ. എനിക്കങ്ങനെ അറിയാം. എനിക്ക് ഭാര്യയില്ലല്ലോ. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്. എങ്ങാനും ഇനി ഭാര്യ ഉണ്ടായാൽ പോലും നീ ടാറ്റു അടിക്കാൻ നിൽക്കണ്ട. ആരടിക്കണ്? വേറൊരു കാര്യം ഞാൻ പറയട്ടെ. അല്ലെ, നമുക്ക് ഒരാളോട് സ്നേഹം ഉണ്ടെന്നിരിക്കട്ടെ, അത് നമ്മള് പുറത്തെടുത്ത് അങ്ങനെ അങ്ങ് കാണിക്കണം. അല്ലെങ്കിൽ മനസ്സിനകത്ത് വെച്ചേക്കണം. അല്ലാതെ ഈ കയ്യിൽ ടാറ്റു ഒരുമാതിരി വെണ്ടയ്ക്ക അക്ഷരത്തിൽ അടിച്ചോണ്ട് നാട്ടുകാരെയും കാണിച്ച് വീട്ടുകാരെയും കാണിച്ച് നടക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരും അവരവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഓരോ രീതിയിലാണ്. ആണല്ലോ. എന്റെ വേ ഓഫ് പ്രകടിപ്പിക്കൽ ദ സ്നേഹം ഇങ്ങനെയൊക്കെ. എന്നൊരു കാര്യം പറയട്ടെ. ഇത്ര നേരം പറഞ്ഞൊന്ന് ഞാൻ പറഞ്ഞില്ല. ഈ സാധനം പറഞ്ഞ നേരത്തെ എന്താ പറഞ്ഞത്? ഇപ്പൊ ഞാൻ പറഞ്ഞത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അടിച്ചോണ്ട് നടക്കണം ടാറ്റു. അങ്ങനെയല്ല സിദ്ധു, ഞാനിങ്ങനെ എന്തായാലും കുഴപ്പമില്ല. നിനക്ക് വിഷമാണെങ്കിൽ നീ ഓടിയടോ. എനിക്കെന്തല്ലോ, എനിക്കൊരു കുഴപ്പമില്ലല്ലേ. അളിയാ, എന്തായാലും ആ ടാറ്റു കാണണ്ടേ? അത് കാണിക്കാൻ മാത്രം അത്ര വലിയ ടാറ്റു ഒന്നും അല്ല, എന്നാലും കാണിക്കാം. ആണേലളിയാ അങ്ങോട്ട്. സൂപ്പർ ലച്ചു, ഇതുപോലൊരു ടാറ്റു വേറൊരു ഇടത്തും ഞാൻ ചെയ്തിട്ടുണ്ട്. ആണോ? എവിടെ? അത് എനിക്ക് വയ്യ. ലച്ചു, ലച്ചു, ഐ ലവ് യു. പോയ സിദ്ധു മനുഷ്യനെ വെറുതെ ചമ്മിപ്പിക്കാണ്. പിള്ളേരൊക്കെ നിൽക്കുന്നത്. ഇവരോ? സിദ്ധു സ്നേഹം കൊണ്ടങ്ങ് മൂടുന്നല്ലേ ലച്ചുവിന്? തന്നെ.